അതുപോലെ ആ സമയത്ത് മുഴുവൻ പിതാവ് കൈ വിരിച്ചു പിടിച്ചതുപോലെ ഇങ്ങനെ രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് നിൽക്കുന്നതും കണ്ടിട്ടുള്ളത് കുരിശ് വരയ്ക്കുന്ന സമയത്താണ്. ആദ്യമായി നിശ്ചല ദൃശ്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അളക്കുന്ന സമയങ്ങളായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. തൊട്ടു മുന്നിലുള്ള കുരിശ് മരത്തിനും അതിനെ തൊട്ട് താഴെയുള്ള ഞങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ഇച്ചാച്ചൻ്റെ കുരിശിനും ഒരിക്കലും ഒരു ചലനവും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് കുരിശിനിടയിൽ ഉള്ളവരായിരുന്നു ഞങ്ങൾ മക്കളെല്ലാവരും. ഈ അമ്മ അതുപോലെ തന്നെ സുവിശേഷങ്ങളിലും പഴയ നിയമത്തിലുമൊക്കെ അത്ഭുത പ്രവർത്തികൾ കണ്ട് അതിനെക്കുറിച്ച് കേട്ട കാലത്തിനു മുന്നേ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അറിയാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിലെ അമ്മച്ചിയുടെയും ഇച്ചാച്ചൻ്റെയും പ്രാർത്ഥനയിലൂടെയാണ്. അവര് എന്തെങ്കിലുമൊക്കെ വേനലോ അല്ലെങ്കിൽ ഒരു മഴയ്ക്കോ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി താഴെ നല്ല കത്തുന്ന വെയിലിൽ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കും. ചരല് വിരിച്ച് ആ മുറ്റത്ത് അമ്മച്ചി സാരി ഒന്ന് മാറ്റിയിട്ട് ആ ചരലില് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ച പിറ്റേന്നോ അല്ലെങ്കിൽ അന്ന് തന്നെയോ പെയ്ത മഴയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും ആദ്യത്തെ അത്ഭുതം. പിന്നീടൊക്കെയാണ് ഞാൻ ചെങ്കടലിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതും വഴിമടക്കി നിൽക്കുന്ന കരിമ്പാറ കൂട്ടങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതും പിന്നീടാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിരിയിക്കാൻ ഇവരുടെ പ്രാർത്ഥനകൾക്ക് സഹായിക്കുമെങ്കിൽ അങ്ങനെ ഇവർ ആരുടെ മുന്നിൽ പ്രാർത്ഥിച്ചോ ആരുടെ മുമ്പിൽ മുട്ടുകുത്തിയോ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയുള്ള എൻ്റെ ശ്രമമായിരുന്നു എൻ്റെ ദൈവവിളി. അങ്ങനെയുള്ള കരുത്തനായ ഒരു ദൈവത്തിൻ്റെ കൂടെ നിൽക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തതാണ് എൻ്റെ ദൈവവിളി. എനിക്ക് ഈ 50 വർഷങ്ങൾ നിങ്ങൾ പൂർത്തിയാകുമ്പോൾ അഭിമാനത്തോടുകൂടി എൻ്റെ വീട്ടിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് 50 വർഷങ്ങളിൽ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ മുടങ്ങിയിട്ടില്ല. എപ്പോഴെങ്കിലും ഞാൻ 1 മണിക്കൂർ നേരമാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന സമയം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ സമയത്തിന് ഇടയ്ക്കെപ്പോഴെങ്കിലും പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് 6 മണിയാകുമ്പോൾ ഇച്ചാച്ച മാണിങ്ങി വരും. നീ പോവാണെ പൊക്കോ എന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും മുടക്കാത്ത ഒന്നാണ് എൻ്റെ വീട്ടിലെ പ്രാർത്ഥന. അതുകൊണ്ട് വലിയ പ്രൗഢിയോ പാരമ്പര്യമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ദൈവവിളി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ എൻ്റെ മാതാപിതാക്കന്മാരും മുട്ടുകുത്തിയതിൻ്റെയും അവർ വിരിച്ചു പിടിച്ച കരങ്ങളുടെയും ഫലമാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം.